തിരക്കഥാ രചന എന്ന വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായി സാമാന്യമായി പറഞ്ഞു പോയിട്ടുണ്ട്. ഈ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക്, സ്വയം കുറച്ചൊക്കെ എഴുതാൻ സാധിക്കുമെന്ന വിശ്വാസമുള്ളവർക്ക് ആ വീഡിയോസ് കണ്ടാൽ ഒരു ഏകദേശ ധാരണ കിട്ടും എന്ന് തോന്നുന്നു. അതുപോലെ ബുക്ക് ഫോമിലുള്ള സ്ക്രിപ്റ്റുകൾ കൂടി വായിച്ച് കുറച്ചൊന്ന് പരിശ്രമിച്ചാൽ തിരക്കഥ എഴുതി തുടങ്ങാമെന്ന് പറഞ്ഞത് ലക്ഷണമൊത്ത ഒരു തിരക്കഥയിലേക്ക് ഏറെ ദൂരം സഞ്ചരിക്കാനുള്ളത് കൊണ്ടാണ്. അത് ഓരോ വ്യക്തിയുടെയും പരിശ്രമം പോലെ ഇരിക്കും. ഒരു മാസം കൊണ്ട് സാധിക്കാം, വർഷങ്ങളെടുത്തു എന്നും വരാം. അത്രയ്ക്കൊന്നും മിനക്കെടാൻ താല്പര്യമില്ല എന്ന മട്ടിൽ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് വീഡിയോസ് കാണുന്നവർ ഉണ്ടാകുമല്ലോ. അവർക്ക് വേണ്ടി ഒരു കുഞ്ഞു സംഭവത്തിൽ നിന്ന് തിരക്കഥയിലേക്ക് എത്തുന്നത് എങ്ങനെയെന്ന് ഘട്ടം ഘട്ടമായി പറഞ്ഞു പോകാം. യാത്രക്കിടയിൽ ഒരു ആക്സിഡൻറ്റ് കാണുന്നു എന്ന് വിചാരിക്കുക. അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നു ഒരു പയ്യൻ മദ്യപിച്ച് ബൈക്ക് ഓടിച്ചതാണ്. ഓവർ സ്പീഡായിരുന്നു. ഒരു കാറുമായി കൂട്ടിയിടിച്ച് പരിക്കുകളോടെ പയ്യൻ ഹോസ്പിറ്റലിലാണ്. ഒരു കഥാകൃത്ത് ഈ സംഭവത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്ന് നോക്കാം. ഈ ഒരു സംഭവത്തെ കഥയുടെ ഹിൻഡ് എന്ന് വിളിക്കാം. ഈ ഒരു കാര്യം ഇതേപടി അവതരിപ്പിച്ചാൽ അതൊരു റിപ്പോർട്ടിംഗ് ആണ് എന്ന് പറയാം. ഇതൊരു കഥയാകണമെങ്കിൽ നമ്മുടെ ഭാവന ഉപയോഗിക്കണം. സ്ഥലവും സന്ദർഭവും സാഹചര്യങ്ങളും കഥാപാത്രങ്ങളും എല്ലാം മാറ്റി പ്ലേസ് ചെയ്ത് നോക്കണം. നേർ വിപരീതമായി ചിന്തിക്കാം. മദ്യപിച്ച് വാഹനം ഓടിച്ചു വരുന്ന പയ്യൻ്റെ സ്ഥാനത്ത് നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെന്ന് സങ്കല്പിക്കുക. അവൻ രോഗിയായ അമ്മയ്ക്ക് മെഡിസിനുമായി പോയതാണെങ്കിലോ? മാതൃപുത്ര ബന്ധം എന്ന ആശയത്തെ മുൻനിർത്തി ഒരു ഫാമിലി സ്റ്റോറി വികസിച്ചു തുടങ്ങുന്നു. ആ അമ്മയ്ക്കും മകനും ബന്ധുക്കളുണ്ടാവാം, സുഹൃത്തുക്കളുണ്ടാവാം. അവരുടെയൊക്കെ സ്വഭാവം ഏത് തരത്തിലുള്ളതാണ്? ഇതൊക്കെ ജോണർ തീരുമാനിക്കുന്ന സമയത്ത് പതുക്കെ ഉരുത്തിരിഞ്ഞു വരുന്നു. ഇതേ ആക്സിഡൻറ്റ് മറ്റൊരാംഗിളിൽ ചിന്തിക്കാം. ബ്രേക്കപ്പിൻ്റെ വക്കിൽ നിൽക്കുന്ന ഒരു റിലേഷനിൽ പ്രണയിനി വിദേശത്തേക്ക് പോവുകയാണ്. അവളെ കാണാൻ സാധിക്കുമോ എന്ന തത്രപ്പാടിൽ വരുമ്പോഴാണ് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. ഇരുവരുടെയും പ്രണയം കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ കഥാപാത്രങ്ങൾ ഉണ്ടായി വരുന്നു. റൊമാൻസ് എന്ന ജോണറിൽ ഒരു കഥ വികസിക്കുന്നു. മറ്റൊരു ആംഗിളിൽ ഇങ്ങനെ ചിന്തിക്കാം. കാറിനുള്ളിൽ വൻ വ്യവസായിയാണ്. അയാളെ വധിക്കുവാനായി കൊട്ടേഷൻ എടുത്ത പയ്യൻ ബോധപൂർവ്വം സൃഷ്ടിക്കുന്ന ഒരു അപകടമാണ് ഇത്. അതിൻ്റെ കാര്യകാരണ ബന്ധങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഒരു ത്രില്ലർ രൂപം കൊള്ളുകയാണ്. ഇതൊന്നുമല്ലാതെ മറ്റൊരു ആംഗിളിൽ ആക്സിഡൻറ്റ് നടന്ന് രാത്രിയിലാണെന്ന് കരുതുക. വർഷങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് ഒരു അപകടം സംഭവിച്ചിരുന്നു. ഗർഭിണിയായ യുവതിയും ഹസ്ബൻഡും അടങ്ങുന്ന കുടുംബം അന്ന് മരണപ്പെട്ടിരുന്നു. തുടർന്ന് പലവട്ടം ഇവിടെ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. വാഹനം ഓടിച്ചെത്തുമ്പോൾ പൊടുന്നനെ ഒരു സ്ത്രീ മുന്നിലേക്ക് എത്തുകയും ഡ്രൈവർ വെട്ടിക്കുമ്പോൾ അപകടം സംഭവിക്കുകയുമാണ് ചെയ്യുന്നത്. കഥാപാത്രങ്ങളും ഉപകഥാപാത്രങ്ങളും നിർമ്മിച്ചുകൊണ്ട് ഒരു ഹൊറർ സിനിമ രൂപം കൊള്ളുകയായി. ഇങ്ങനെ നമ്മൾ കണ്ട ആക്സിഡൻ്റ് എന്ന ഒരു സംഭവം ഭാവനയുടെ സഹായത്തോടെ വിവിധ തലങ്ങളിലേക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. ഇതിൽ ആദ്യം പറഞ്ഞ മാതൃപുത്ര ബന്ധം എന്ന ആശയത്തെ മുൻനിർത്തി ഒരു കഥ വികസിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഭർത്താവിൻ്റെ ദാരുണാന്ത്യത്തെ തുടർന്ന് കടുത്ത ഡിപ്രഷനിലേക്കും മാനസിക വിഭ്രാന്തിയിലേക്കും എത്തിയ ഒരു സ്ത്രീയാണ് ഈ കഥയിലെ അമ്മ. മെഡിസിൻ മുടങ്ങിയാൽ അസ്വസ്ഥമാകുന്ന മനസ്സ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അമ്മയുടെ മട്ടും ഭാവവും മാറുന്നത് കണ്ട് നോക്കിയപ്പോഴാണ് മെഡിസിൻ തീർന്നതായിട്ട് രാഹുൽ മനസ്സിലാക്കുന്നത്. മെഡിസിൻ വാങ്ങുവാനായി പുറത്തുപോയി തിരികെ വരുന്ന സമയത്താണ് അപകടത്തിൽപ്പെടുന്നത്. ഇപ്പോൾ ഒരു ത്രെഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആശയത്തിൽ നിന്ന് കാര്യകാരണ ബന്ധമുള്ള ഇതിവൃത്തത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഉപകഥാപാത്രങ്ങളും പശ്ചാത്തലവും നിർമ്മിച്ചുകൊണ്ട് കഥയിലേക്ക് കടക്കാം. നാട്ടുമ്പുറത്താണ് കഥ നടക്കുന്നത്. ഒരു പഴയ നായർ തറവാട്ടിലെ അംഗമാണ് രാഹുൽ. അച്ഛൻ കമ്പനി മാനേജരായിരുന്നു. ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതാണ്. അമ്മയോടൊപ്പം തറവാട്ടിലാണ് രാഹുൽ താമസിക്കുന്നത്. ഡിഗ്രി കഴിഞ്ഞ് രാഹുൽ സ്വിഗ്ഗി ഓടിയും ചെറിയ ജോലികൾ ചെയ്തുമാണ് കുടുംബം നോക്കുന്നത്. ഉറ്റ സുഹൃത്തായ സുരേഷ് മേളക്കാരനാണ്. ഇതാണ് കഥയുടെ പശ്ചാത്തലം. തുടർന്ന് പ്രധാന സംഭവങ്ങളിലേക്ക് കടക്കുന്നു. സുഹൃത്തുമൊത്തുള്ള രസകരമായ സംഭവങ്ങൾ ഉണ്ടാവാം. രാഹുലിന് ഒരു പ്രണയമുണ്ടായെന്ന് വരാം. അമ്മയോടൊത്തുള്ള ജീവിതം അവതരിപ്പിക്കുന്നു. രാഹുലിൻ്റെയും അമ്മയുടെയും ആഴത്തിലുള്ള ഹൃദയബന്ധം വ്യക്തമാക്കുന്നു. കഥയിലെ പ്രധാന പ്രതിസന്ധി എന്തെന്നാൽ രാഹുലും അമ്മയും താമസിക്കുന്ന തറവാട് പൊതുസ്വത്താണ്. അത് രാഹുലിൻ്റെ 4 അമ്മാവന്മാർ ചേർന്ന് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. ആക്രമണ പ്രത്യാക്രമണങ്ങളും കുടിലതന്ത്രങ്ങളുമായി കഥയുടെ 3/4 ഭാഗത്തോളം കടന്നു പോകുന്നു. അമ്മാവന്മാരുടെ മുമ്പിൽ പരാജയപ്പെട്ട് രാഹുലിനും അമ്മയ്ക്കും വീട് വിട്ടിറങ്ങേണ്ട അവസ്ഥയുണ്ടാകുന്നു. ഒടുവിൽ ഒരു വഴിത്തിരിവ് സംഭവിക്കുകയും എല്ലാം രാഹുലിന് അനുകൂലമായി മാറുകയും ചെയ്യുന്നു. ഈ കഥയെ ഏത് ജോണറിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം തന്നെ തീരുമാനിക്കണം.
കാരണം അതിനനുസരിച്ചാണ് കഥാപാത്രങ്ങൾ രൂപപ്പെടുന്നത്. ഉദാഹരണത്തിന് ഇതൊരു കോമഡി ജോണറിലാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ കഥാപാത്രങ്ങളുടെ മട്ടും ഭാവവും സംസാരവുമെല്ലാം സരസമായി അവതരിപ്പിക്കുന്നു. അമ്മാവന്മാരുടെ കുടിലതന്ത്രങ്ങളെല്ലാം ഹാസ്യാത്മകമായി അവതരിപ്പിക്കുന്നു. അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഏതെങ്കിലും വിധത്തിൽ ചിരി ഉണർത്തുന്നതായിരിക്കും. സന്മനസ്സുള്ളവർക്ക് സമാധാനം പോലെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായി വരുന്നു. ഈ കഥയുടെ സ്ട്രക്ചറിലേക്ക് നമ്മളിടുന്ന സംഭവ പരമ്പരകളാണ് സിനിമയെ വ്യത്യസ്തമാക്കുന്നത്. ഇനി ത്രില്ലറായിട്ടാണ് തിരക്കഥ ഒരുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് കഥയുടെ സ്വഭാവം മാറും. രാഹുലും അമ്മാവന്മാരുമായിട്ടുള്ള പ്രശ്നം സംഘർഷഭരിതമാകുന്നു. കഥാപാത്രങ്ങളും അതിലേക്ക് നമ്മൾ കൊടുക്കുന്ന സംഭവങ്ങളും എല്ലാം ആ രീതിയിലുള്ളതായിരിക്കും. ദൃശ്യം എന്ന ചിത്രം ഇത്തരത്തിലുള്ള ഒരു ത്രില്ലറാണ്. ഇത്രയും പറഞ്ഞത് നമ്മൾ ദിവസേന കണ്ടുമറക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും ലക്ഷങ്ങളുടെ വിലയുള്ള ഒരു തിരക്കഥ മറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിനാണ്.